അങ്ങനെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് റീൽസുകളിലൂടെയും ഷോർട്സുകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നിലുള്ള ഈ പടികളാണ്. ഏകദേശം 230ഓളം പടികൾ കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിന്റെ മേളിലെത്താൻ. അപ്പൊ എങ്ങനെയാ കയറി പോവല്ലേ? അപ്പൊ നമ്മൾ പടി കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ആ അതെ അതെ. ആ ഓക്കെ. ഇവിടെ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം പാലക്കാട് നിന്ന് വന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് അമ്മ. ശരി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പടികൾ കയറാൻ തുടങ്ങാം. ഇവിടെയുള്ള ഓരോ പടികളും ഇങ്ങനെ ഓരോരോ ആൾക്കാർ സമർപ്പിച്ചേക്കുന്നതാണ്. അവരുടെ പേരുകളാണ് ഈ കൊത്തി വെച്ചത്. അങ്ങനെ പടി കയറിയിട്ട് ഒരു പാതി ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ബാക്കിൽ കാണുന്ന കാഴ്ചകൾ കണ്ടോ, സൂപ്പറാണ് കേട്ടോ. ബാക്കിയും കൂടെ കയറി നോക്കാം. അങ്ങനെ പടി കയറി നമ്മൾ ഓൾമോസ്റ്റ് മേളിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് കിടക്കുന്നുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അടിപൊളി വ്യൂ ആണ് താഴത്തോട്ട് നോക്കുമ്പോൾ. ഇനി നമുക്ക് കുറച്ചും കൂടെ മേളിൽ പോയിട്ട് എന്താ നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. മേളിൽ നിന്ന് താഴത്തോടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഇവിടെ എത്തിയിട്ട് ക്യാമൊന്നും നേരെ ഒരു രക്ഷയില്ല. എന്തായാലും തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാരാണ് നിങ്ങളുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഒരു വേറെ 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 ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് കാണുന്ന കാഴ്ചകളെയും അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കാലടി പുത്തൂരാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.